പ്രവീണ നാരായണൻ സംവിധാനം ചെയ്യുന്ന ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ട്രെയിലർ പുറത്തിറങ്ങി. സുരേഷ് ഗോപിയുടെയും അനുപമ പരമേശ്വരന്റെയും തകർപ്പൻ പെർഫോമൻസും 5 ഡയലോഗുകളുമായാണ് ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. 2 മിനിറ്റ് 25 സെക്കൻഡുള്ള ട്രെയിലറാണ് പുറത്തിറങ്ങിയത്. ജൂലൈ 17 വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. സിനിമയുടെ പേരിലും കഥാപാത്രത്തിലും ജാനകി വി എന്ന മാറ്റം വരുത്തിയ ചിത്രത്തിന്റെ റിലീസ് തീയതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ട്രെയിലറിൽ ടൈറ്റിൽ, സബ്ടൈറ്റിൽ തുടങ്ങിയിടങ്ങളിലെല്ലാം അനുപമ പരമേശ്വരന്റെ പേര് ജാനകി വി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ചിത്രത്തിൽ അഭിഭാഷകനായ ഡേവിഡ് ഏബൽ ഡോനോവൻ എന്ന കഥാപാത്രമായാണ് സുരേഷ് ഗോപി എത്തുന്നത്. സുരേഷ് ഗോപിയുടെ ത്രില്ലടിപ്പിക്കുന്ന ഡയലോഗുകളോടെയുള്ള നിരവധി രംഗങ്ങൾ ട്രെയിലറിൽ കാണാം. അവളുടെ ശബ്ദമാണ് ഇനി ഇവിടെ മുഴങ്ങേണ്ടതെന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗോടെയാണ് ട്രെയിലർ അവസാനിക്കുന്നത്. മാധവ് സുരേഷും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഏറെ നാളത്തെ വിവാദങ്ങൾക്കൊടുവിലാണ് ചിത്രം തിയേറ്ററുകളിലേക്കെത്തുന്നത്. സിനിമയുടെ പേരിൽ മാറ്റം വരുത്തണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തോടെയാണ് ചിത്രം വിവാദങ്ങളുടെ കേന്ദ്രമായത്. നിയമ പോരാട്ടത്തിനൊടുവിൽ നിർമ്മാതാക്കൾ സെൻസർ ബോർഡ് നിർദ്ദേശത്തിന് വഴങ്ങുകയായിരുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശത്തെ തുടർന്ന് ജാനകി എന്ന പേര് മാറ്റി ജാനകി വി എന്നാക്കി. സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് പോലെ സിനിമയിലെ കോടതി രംഗങ്ങളിൽ 2 ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യുമെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ആദ്യം 96 കട്ടുകളാണ് സെൻസർ ബോർഡ് ചിത്രത്തിന് നിർദ്ദേശിച്ചത്. പിന്നീട് അത് സിനിമയുടെ ടൈറ്റിലിന്റെ പേര് മാറ്റണമെന്നും കോടതി രംഗത്തിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യണമെന്നുമുള്ള 2 ആവശ്യമാവുകയും അത് നിർമ്മാതാക്കൾ അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. സിനിമയിലെ ജാനകി എന്ന കഥാപാത്രം ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. സീതാദേവിയുടെ മറ്റൊരു പേരാണ് ജാനകി എന്നും ഈ ചിത്രീകരണം സീതാദേവിയുടെ അന്തസ്സിനെയും പവിത്രതയെയും ദുർബലപ്പെടുത്തുന്നതാണെന്നും അതുവഴി മതവികാരങ്ങൾ വ്രണപ്പെടുമെന്നും സെൻസർ ബോർഡ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പുകളാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. കോസ്മോസ് എന്റർടൈൻമെന്റിന്റെ കീഴിൽ കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് ജെ. ഫണീന്ദ്രകുമാറാണ് ജെസ്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരന്റെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവാണ് ഈ ചിത്രം. ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രത്തിനു ശേഷം സുരേഷ് ഗോപി വീണ്ടും അഭിഭാഷകന്റെ വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്.